സമ്മതിദാനാവകാശം വിനിയോഗിക്കേണ്ടതാണ്. എല്ലാവരും തന്നെ പോളിംഗ് ബൂത്തിലെത്തി എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കണം എന്ന അഭ്യർത്ഥന കൂടി മുന്നോട്ട് വെച്ച് നമുക്ക് വിവരങ്ങൾ പരിശോധിക്കാം. വിപിൻ സി വിജയൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഒപ്പം ഷഫീദ് റാവുത്തർ, അജി കുഞ്ഞുമോൻ എന്നിവർ വിവിധ ഇടങ്ങളിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായുണ്ട്. ആദ്യം വിപിൻ സി വിജയനിലേക്കാണ്. വിപിൻ, എങ്ങനെയാണ് പൊതുവെ മധ്യ കേരളത്തിൽ ഒപ്പം തന്നെ എറണാകുളം ജില്ലയിലൊക്കെ പോളിംഗ് ശതമാനം ഏറ്റവും ഒടുവിലായി ഔദ്യോഗികമായി ലഭിക്കുന്നത്? ഏത് തരത്തിലേക്കാണ്? നമ്മൾ ജനങ്ങളുടെയൊക്കെ നീണ്ട ഒഴുക്കാണല്ലോ പോളിംഗ് ബൂത്തുകളിലേക്ക് കാണുന്നത് കേരളമെമ്പാടും. അനുജ, ഇപ്പോൾ അത് 35% മുകളിലേക്ക് പൊതുവെ മധ്യ കേരളത്തിലെ ഒരു വോട്ടിംഗ് ശതമാനം കൂടിയിരിക്കുന്നു. അതിൽ തൃപ്പൂണിത്തുറയിൽ 40% മുകളിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഒരു 11:30 വരെയുള്ള ഒരു കണക്കാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നൽകിയിരിക്കുന്നത്. 12 മണിയാവുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു 50% എത്തുന്നു എന്നുള്ളതാണ്. ഈ തൃപ്പൂണിത്തുറയിൽ 1,84,000 വോട്ടുകളാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പകുതിയോളം വോട്ടുകൾ ഉച്ചയാകുന്നതിന് മുൻപ് തന്നെ 12 മണിയാകുമ്പോഴേക്കും രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നുള്ളത് കനത്ത പോളിംഗ് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ദൃഷ്ടാന്തമാണ്. അതായത് അത്രത്തോളം ആളുകൾ ഒഴുകിയെത്തിയിരിക്കുന്നു. അതിരാവിലെ മുതൽ തന്നെ പരമാവധി വോട്ടുറപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് നമ്മൾ കണ്ടതുപോലുള്ള ഒരു വീറും വാശിയും അത് ഈ പോളിംഗ് ബൂത്തുകളിലേക്ക് വോട്ടർമാരെ എത്തിക്കുന്നതിനും മുന്നണികൾക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് സംശയമില്ലാതെ തന്നെ പറയാം. പക്ഷേ കോട്ടയം ജില്ലയിലേക്ക് വരുമ്പോൾ കോട്ടയത്തും അതുപോലെ തന്നെ കടുത്തുരുത്തിയിലും അല്പം ഒരു വോട്ടിംഗ് ശതമാനത്തിൻ്റെ ഒരു കുറവ് കാണുന്നുണ്ട്. ഒരു 35% എത്തുന്നതേ ഉള്ളൂ. അതായത് 30% കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവിടെ പരമാവധി ആളുകളെ എത്തിക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നുണ്ട്. വിദേശത്ത് കൂടുതൽ ആളുകളുണ്ട്. അവർക്ക് നാട്ടിലേക്ക് എത്തുന്നതിനുള്ള പ്രതിസന്ധി നമുക്കറിയാം. പശ്ചിമ മേഖലയിലെ ഒരു യുദ്ധ സാഹചര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്ക് എത്താൻ കഴിയാത്ത ഒരു പ്രശ്നമുണ്ടെന്ന് പറയുന്നു. ഒപ്പം തന്നെ SIR-മായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസും ഇത് നിൽക്കുന്നതുകൊണ്ട് തന്നെ കോട്ടയത്ത് വലിയ തോതിലുള്ള ഒരു പോളിംഗ് ശതമാനത്തിലേക്ക് ചില മണ്ഡലങ്ങൾ മാറിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ എറണാകുളത്തെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ പൊതുവെ ഒരു കനത്ത പോളിംഗിലേക്ക് പോകുന്നുണ്ട്. അത് ഒരു സ്റ്റഡി ഫ്ലോ അതിനുണ്ട് എന്നുള്ളതാണ്. അതായത് 7 മണിക്ക് തുടങ്ങുന്നു, ഒരു 9 മണിയാകുമ്പോഴേക്കും ഒരു 16% അത് 11 മണിയാകുമ്പോഴേക്കും അതിൻ്റെ ഇരട്ടിയിലേക്ക് കാണുന്നു. അങ്ങനെ കൃത്യമായിട്ടുള്ളൊരു ഫ്ലോ ഉണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പൊന്നുരുണിയിലെ ഒരു സ്കൂളിലാണ്. ഇവിടെ പക്ഷേ ഇപ്പോൾ വലിയൊരു തിരക്ക് കാണുന്നില്ല. അതായത് ആ ഒരു ഉച്ചവെയിലിൻ്റെ ഒരു കാഠിന്യം വരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.